സൈനാഥേട്ടോ നമസ്കാരം. എന്തുണ്ട്? നല്ല വിശേഷം, നല്ല സുഖമായിട്ടിരിക്കുന്നു. ഈ ട്രാൻസ്ലേഷൻ എല്ലാം കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ ട്രാൻസ്ലേഷൻ എല്ലാം കഴിഞ്ഞു. എന്തോ ഇനി എന്തോ പരിപാടി? നമുക്കിത് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊഫഷനല്ല. തുടർന്ന് പഠന ക്ലാസ്സുകൾ വരും, പാർട്ടി സമ്മേളനങ്ങൾ വരും. അപ്പോഴൊക്കെ ഇതിന് സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ പാർട്ടി നിർദ്ദേശിക്ക അനുസരിച്ച് നമ്മളാണ് ചെയ്യാറുള്ളത്. പത്മജ പോയി. അതെ, അതൊരു വലിയ പോക്കായിരുന്നു. കൈവിട്ട ഒരു ഇതായിപ്പോയി. കാരണം എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളതാണത്. അതിൻ്റെ രണ്ട് വാക്കെന്ന് പറയുന്നത് വലിയ അർത്ഥമുള്ളതാണെന്ന് പലരും പറയുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ പത്മജ പോയി എന്നൊരു രണ്ട് വാക്കിന് വലിയ അർത്ഥതലങ്ങളുണ്ടല്ലോ. ഈ ട്രാൻസ്ലേഷൻ കാര്യം പറയുമ്പോഴേ എങ്ങനെ എന്നാ തുടങ്ങിയത് ഈ ട്രാൻസ്ലേഷൻ? ഞാനത് നാളുകളായി. ഏതാണ്ട് 23-24 വയസ്സുള്ളപ്പോഴാണ് DYFയുടെ ദക്ഷിണ മേഖലാ സമ്മേളനം ആന്ധ്രാപ്രദേശിൽ. അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് KN പണിക്കരുടെ ഇത് ചെയ്യുന്നത്. തുടർന്ന് അന്ന് സീതാറാം യെച്ചൂരിയുടെയും അതുപോലെ തന്നെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ടിൻ്റെയും പഠന ക്ലാസ്സുകൾ ഞാനത് തർജ്ജിമ ചെയ്തത്. അങ്ങനെയാണ് തുടക്കം വരുന്നത്. പിന്നീട് മാത്രമല്ല, ഈ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ ഇത്തരം പരിപാടികൾ അത് ഏതു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗങ്ങളുണ്ടെങ്കിലും കേൾക്കുവാൻ പോവുക കുട്ടിക്കാലം മുതലുള്ള ശീലമാണ്. കുട്ടിക്കാലം മുതൽ പത്രങ്ങൾ വായിക്കുമായിരുന്നു. അങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് താല്പര്യം. അടിയന്തരാവസ്ഥ കാലമാണ്. നമ്മുടെയൊക്കെ 3-4 വയസ്സുള്ളപ്പോൾ പത്രം വായിച്ചു തുടങ്ങുമ്പോൾ അടിയന്തരാവസ്ഥയുടെ കാലമാണ്. അങ്ങനെ താല്പര്യം. അപ്പോൾ ദേശീയ നേതാക്കന്മാരൊക്കെ കേരളത്തിലേക്ക് വരികയാണ്, പ്രത്യേകിച്ച് ജനതാ പാർട്ടി നേതാക്കന്മാർ. അവരുടേതാണ് യഥാർത്ഥത്തിൽ ഞാൻ കേട്ട പ്രസംഗങ്ങളൊക്കെ തന്നെ. പിന്നെ ഈ തർജ്ജിമ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പലർക്കും അബദ്ധങ്ങൾ പറ്റാറുണ്ട്. ട്രാൻസ്ലേഷൻ കറക്റ്റ് വേർഡ് ടു വേർഡ് ചിലപ്പം തെറ്റിപ്പോകാറുണ്ട്. പറ്റിയിട്ടുണ്ടോ അബദ്ധങ്ങൾ? അല്ല, വേർഡ് ടു വേർഡ് അത് എൻ്റെ തർജ്ജിമ പദാനുപദമല്ല. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അത് പൊളിറ്റിക്സ് ആണല്ലോ. സ്വാഭാവികമായിട്ടും ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനം, എൻ്റെ ഉള്ളിലൊരു പൊളിറ്റിക്സ് ഉള്ളതുകൊണ്ടും അത് എൻ്റെ ഭാഷയിൽ, എൻ്റെ നാടിനറിയാവുന്ന ഭാഷയിൽ അത് പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും സക്സസ് ആയി എന്നുള്ളതാണ്. ആരെയൊക്കെയാണ് കൂടുതലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്? അല്ല, ഞാൻ പ്രകാശ് കാരാട്ട്, ദേശീയ നേതാക്കന്മാർ പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, അതുപോലെ സീതാറാം യെച്ചൂരി, അങ്ങനെ നിരവധി നേതാക്കന്മാരുടെ ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 26 കഴിയുമ്പം വീണ്ടും വക്കീൽ കുപ്പായം കൊണ്ട് ഇറങ്ങുകയാണ്. അല്ല, ഇപ്പോഴും വക്കീൽ പണിക്ക് പോകുന്നുണ്ട്. മരണം വരെയും വക്കീലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ വക്കീൽ പണിക്ക് പോകും. പക്ഷേ ഇത് അല്ലാതെ തന്നെ നമ്മുടെ പഠനത്തിൻ്റെ, നമ്മുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമായിട്ട് കാണുകയാണ്. അത് തുറന്നും പോകേണ്ടി വരും. ഇതൊരു വിഷമമുണ്ടല്ലേ? തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആരവങ്ങളൊക്കെ തീർന്നതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ ഉത്കണ്ഠയിൽ വളരെ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാണെന്നുള്ളതുകൊണ്ട്, ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നുള്ള നല്ല ആത്മവിശ്വാസത്തിലാണ്. പത്മജ പോയി എന്ന് പറഞ്ഞ് ഒറ്റ വാക്കുകൊണ്ട് ഹിറ്റായ മനുഷ്യനാണ് സൈനാഥേട്ടൻ. CPM-ന്റെ സജീവ പ്രവർത്തകനാണ്, ഏരിയ കമ്മിറ്റി മെമ്പറാണ്. അതിലുപരി ഇനിയും ട്രാൻസ്ലേഷൻ വരും, അത് നേതാക്കന്മാർ വരുന്ന സമയത്ത്. പക്ഷേ പ്രൊഫഷൻ വക്കീലാണ്. ഇനി കോടതിയിൽ നിന്നുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം ചേട്ടൻ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥി വിജയിക്കട്ടെ. സന്തോഷം.